ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ കൊടും ചൂടിൽ നമ്മുടെ ശരീരം നന്നായി തണുക്കുന്നതിനും നല്ല ആരോഗ്യം ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് ചെറുപയർ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കുന്ന വീഡിയോയുമായാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യം ഒരു കടായി അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് കടായിലേക്ക് നമുക്ക് 1 കപ്പ് ചെറുപയർ ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുക്കാം. ചെറുപയർ ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഒന്നാണ്. വേനൽക്കാലത്ത് ശരീരത്തിന് തണുപ്പ് നൽകാൻ ഇത് വളരെ ഉത്തമമാണ്. കൂടാതെ ചെറുപയറിൽ ധാരാളം പ്രോട്ടീനുകൾ, നാരുകൾ, വിറ്റാമിനുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പന്നമായതാണ്. ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇപ്പോഴത്തെ ചെറുപയർ ഈ ഒരു രീതിയിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞു പോകാതെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചവ്വരി ചേർക്കാം. ഇതും നമ്മൾ ഇതിനോടൊപ്പം തന്നെ വറുത്തെടുക്കാം. കാരണം ഇപ്പോൾ ചട്ടി നല്ല ചൂടാണ്, അതുപോലെ ചെറുപയറും നല്ല ചൂടാണ്. ഇതിലേക്ക് നമ്മൾ സാബുദാന ഇടുമ്പോഴേക്കും, അതായത് ചവ്വരി ഇടുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമുക്കിത് വറന്ന് കിട്ടും. ഈ സാബുദാന അതായത് ചവ്വരി ചെറുതായി ഒന്ന് ചൂടാകുമ്പോഴേക്കും ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവും, നല്ലൊരു വൈറ്റ് കളറിലേക്ക് മാറും. അപ്പോൾ നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഈ ചവ്വരിയും നമ്മുടെ ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഭക്ഷണമാണ്. ഇതും ചെറുപയറിനെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കുകയും പെട്ടെന്ന് ഊർജം നൽകാനും സഹായിക്കും. വേനൽക്കാലത്ത് ശരീരം തണുപ്പിക്കാൻ ചവ്വരി പായസമോ ഡ്രിങ്കുകളോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഇതാ ചവ്വരിയും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. നമ്മൾ വറുത്തെടുത്ത ചവ്വരിയും ചെറുപയറും ഇപ്പോൾ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചവ്വരിയും ചെറുപയറും ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചെറുപയറും 1/2 കപ്പ് ചവ്വരിയുമാണ്. അതിനനുസരിച്ച് ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊരു 6-7 വിസിലടുപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 6 വിസിലടുപ്പിച്ചാണ് എടുക്കുന്നത്. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ട് വേവിന് വ്യത്യാസം വരാം. ഈ സമയത്ത് മറ്റൊരു അടുപ്പിലേക്ക് ഒരു പാത്രം വയ്ക്കാം. ഇതിലേക്ക് ഞാൻ 2.5 കപ്പ് ശർക്കരയുടെ പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കട്ടയായിട്ടുള്ള ശർക്കര ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. കുറച്ച് മധുരം കൂടുതലായിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 2.5 കപ്പാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുത്താൽ മാത്രം മതി, ഒട്ടൽ പരുവൊന്നും വേണ്ട. ഇപ്പോൾ കുക്കറിൽ 6 വിസിലടിച്ച് പ്രഷറൊക്കെ റിലീസായിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറക്കാം. ചെറുപയർ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ചവ്വരിയും നന്നായി വെന്ത് കിട്ടി. ഇപ്പോൾ ഈ ചെറുപയർ വെന്തിട്ട് മുഴുവനായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിതിന് ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തവി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതുപോലെ ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ സ്മാഷർ വെച്ചിട്ട് ഉടച്ചെടുത്താൽ മതിയാകും. ഞാൻ സ്മാഷർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുന്നുണ്ട്. മുഴുവൻ ഉടച്ചെടുക്കുന്നില്ല, പകുതി ഉടച്ചെടുക്കുന്നുണ്ട്, പകുതി അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നിങ്ങൾക്ക് മുഴുവനായിട്ട് ഉടച്ചെടുക്കണമെങ്കിൽ അതുപോലെയും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ അരിയിച്ച് വെച്ചിട്ടുള്ള ശർക്കര ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി സ്റ്റവിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളയ്ക്കാൻ തുടങ്ങുന്നത് തൊട്ട് നമ്മൾ കൈവിടാതെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ട് തന്നെ തിളയ്ക്കണം. നമ്മൾ ചേർത്തിട്ടുള്ള ശർക്കര നമ്മുടെ ഈ ചെറുപയറിലൊക്കെ നന്നായി ഒന്ന് പിടിച്ച് കിട്ടും. അതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുകിയും വരും. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പോൾ ഇതൊരു 3 മിനിറ്റോളം നന്നായിട്ട് തിളച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായി കുറുകി നമ്മുടെ ഈ ചെറുപയറിലേക്ക് ശർക്കരയൊക്കെ നന്നായി പിടിച്ച് വരുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ചേർക്കുന്നത്. നല്ല കട്ടിയുള്ള പാലാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ഉടനെ തന്നെ സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം, തിളപ്പിക്കരുത്.
ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. സ്റ്റവിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഈ ചെറുപയർ പായസത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി സ്റ്റവിലേക്ക് ഒരു കടായി വയ്ക്കാം. കടായി ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് തേങ്ങാക്കൊത്ത് വറുക്കാൻ ആവശ്യമുള്ള നെയ്യ് ചേർക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങയുടെ കൊത്ത്, ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇതോടൊപ്പം ചേർത്ത് വറുക്കാവുന്നതാണ്. ഇതുപോലെ തേങ്ങാക്കൊത്തുകൾ കൂടുതലിട്ട് വറുത്ത് നമ്മുടെ ഈ പായസത്തിൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ലൊരു മണവും ഉണ്ടായിരിക്കും. നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോഴിത് നന്നായി വറന്ന് നല്ല ബ്രൗൺ കളർ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പായസത്തിലേക്ക് ഒഴിക്കാം. നല്ല നാടൻ നെയ്യ് ചേർത്ത് ഈ പായസം ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റും അതുപോലെ നല്ല മണവുമാണ്. നമ്മളിപ്പോൾ ചേർത്ത തേങ്ങാക്കൊത്ത് പായസത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചെറുപയർ പായസം ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അതുപോലെ തണുത്തതിന് ശേഷം കഴിക്കാനും നല്ല കിടു ടേസ്റ്റാണ്. അപ്പോൾ ചെറുപയറിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ചെറുപയർ വെച്ചിട്ടുള്ള ഈ ഒരു പായസം കൂട്ടുകാരെല്ലാം ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസമാണ് ഈ ചെറുപയർ പായസം. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റുകൾ വരുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് ഈ പായസം. അതുപോലെ ഈ ചൂട് കാലാവസ്ഥയിൽ നമ്മുടെ ശരീരം നന്നായി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഈ ചെറുപയർ പായസം വളരെ നല്ലതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന ഈ ചെറുപയർ പായസം ഉറപ്പായിട്ടും കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.